അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത 2024 നടക്കാൻ പോകുന്ന പൊതുപരീക്ഷയിൽ 5-ാം തരത്തിലെ താരീഖിൽ നിന്നും അഖ്ലാഖിൽ നിന്നും വരാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1 ബ്രാക്കറ്റിൽ നിന്ന് ചേർത്തെഴുതാം. അതിൽ 5 ചോദ്യങ്ങളാണ്. ബ്രാക്കറ്റിൽ നസ്വത്ത്, ഹസാബ്, ആത്മരക്ഷ, ജബലുർ റുമാത്ത്, ബനു ഖുറൈള. 1. ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം ആത്മരക്ഷയാണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധത്തിന് പറയുന്ന പേര് അസ്വത്ത്. 3. മദീനയിലെ ജൂത ഗോത്രമായിരുന്നു ബനു ഖുറൈള. 4. ഉഹദിൽ അമ്പെയ്ത്തുകാരെ നിർത്തിയ സ്ഥലം ജബലുർ റുമാത്ത്. 5. ഖന്തക് യുദ്ധത്തിൻ്റെ മറ്റൊരു പേര് അഹ്സാബ്. സെക്ഷൻ 2 ശരിയടയാളം എഴുതാം. 1. ഖൈബറിൽ മുസ്ലിം സേനയുടെ നേതൃത്വം വഹിച്ചത് അലി റളിയല്ലാഹു അൻഹു. 2. മക്ക വിജയം നടന്ന മാസം റമളാൻ. 3. ഹവാസിൻ സഖീഫ് ഗോത്രക്കാരുടെ കേന്ദ്രമായിരുന്നു ത്വായിഫ്. 4. റോമൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയ നായകൻ ഖാലിദ് റളിയല്ലാഹു അൻഹു. 5. സമൂദ് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ച പ്രദേശം ഹിജ്ർ. സെക്ഷൻ 3 യോജിപ്പിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ നിന്ന് മടങ്ങി ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത സ്ഥലം ജിറാന. 2. ഷാമിൽപ്പെട്ട സ്ഥലമാണ് മുഅ്തത്ത്. 3. റോമൻ ചക്രവർത്തി സന്ധിക്ക് തയ്യാറായ സ്ഥലം തബൂക്ക്. 4. ഷാഫി മദ്ഹബിൻ്റെ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റളിയല്ലാഹു അൻഹു. 5. അബൂ മൻസൂരി മുഹമ്മദിനുൽ മാതുരീദി. സെക്ഷൻ 4 ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാം. ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിക്കാമെന്നാണ്. 1. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റുസുലു. 2. മൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിനുൻ. സെക്ഷൻ 5 തൗബ സ്വീകരിക്കാനുള്ള നിബന്ധനകൾ എന്തെല്ലാം? അതിൻ്റെ ആൻസർ: ചെയ്ത ദോഷങ്ങളുടെ പേരിൽ ഖേദിക്കുക, ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, തെറ്റിലേക്ക് ഒരിക്കലും മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുക, മനുഷ്യരുടെ ഹക്കിടപാടുകളിൽ നിന്ന് ഒഴിവാകുക. സെക്ഷൻ 6 ഒറ്റ വാക്കിൽ എഴുതാം. ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയുന്നതാണ് നന്മ. 2. അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കൽ ഇഖ്ലാസ്. 3. നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. ഏതാണത്? ഖൽബ്. 4. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്ന അവയവമാണ് നാവ്. 5. കൽപ്പിച്ചത് ചെയ്യാനും നിരോധിച്ചത് ചെയ്യാതിരിക്കാനും ആവശ്യമാണ് ക്ഷമ. സെക്ഷൻ 7 വ്യക്തമാക്കാം. ഫാത്തിമ ബീവിയുടെ വസിയ്യത്ത് എന്തായിരുന്നു? അതിൻ്റെ ആൻസർ: എൻ്റെ മയ്യത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം. എൻ്റെ ശരീരാകാരം മരണശേഷം അന്യപുരുഷന്മാർ കാണാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. 2. വിപത്തുകൾ സംഭവിച്ചാൽ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 3. വസ്ത്രമണിയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചവർ ആരെല്ലാം? സ്ത്രീവേഷമണിയുന്ന പുരുഷന്മാരെയും പുരുഷവേഷമണിയുന്ന സ്ത്രീയെയുമാണ് ശപിച്ചത്. സെക്ഷൻ 8 അർത്ഥം എഴുതാം. അഫല അകൂന അബ്ദൻ ഷക്കൂറ. ഞാൻ നന്ദിയുള്ള ഒരടിമ ആകേണ്ടയോ? 2. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുഗർഗിർ. റൂഹ് തൊണ്ടൻകുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നതാണ്. സെക്ഷൻ 9 ഉത്തരം എഴുതാം. കസ്തൂരി വഹിക്കുന്നവരോടും ഉലയിൽ ഊതുന്നവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയാണ് ഉപമിച്ചത്? അതിൻ്റെ ആൻസർ: നല്ല സ്വഭാവിയെയും നല്ല സഹവാസിയെയും ചീത്ത സഹവാസിയെയുമാണ് ഉദാഹരണപ്പെടുത്തിയത്. 2. ശുക്ർ എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കലാണ് ശുക്ർ.
3. കൊല്ലപ്പെട്ടവനും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ആൻസർ, അവൻ തൻ്റെ സഹോദരനെ വധിക്കാൻ ആഗ്രഹിച്ചവനായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പഞ്ചാന്തരത്തിലെ താരീഖിൽ നിന്നും അഖ്ലാഖിൽ നിന്നും പൊതുപരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ നല്ല നിലയിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് തയ്യാറാവുകയും ചെയ്യുക. നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെയൊക്കെ സഹായിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.